നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി ജില്ലാ കളക്ടർ. കോട്ടയം ജില്ലയിൽ 15,69,463 വോട്ടർമാർ. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് CSI ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സന്ദർശനം മാത്രമെന്ന് തുഷാർ. സഭയ്ക്ക് സഭയുടേതായ നിലപാടുണ്ടെന്ന് ബിഷപ്പ് മാധ്യമങ്ങളോട്. മലഞ്ചരക്ക് വിപണിയിൽ താരമായി തോട്ടപ്പയർ പരിപ്പിന് കിലോയ്ക്ക് 1180 രൂപ. കൃത്യമായ വിപണിയില്ലെന്ന് വ്യാപാരികൾ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം പുരോഗമിക്കുന്നതായി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി അറിയിച്ചു. ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. 18ാമത് ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പ് സമാധാനപരവും നീതിപൂർവമായി നടത്താനുള്ള ഒരുക്കം പുരോഗമിക്കുകയാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ്. മാർച്ച് 28-ന് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന് നടക്കും. ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് ജൂൺ 6 വരെ പ്രാബല്യമുണ്ട്. രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും ഉദ്യോഗസ്ഥരുമടക്കം മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ വി. വിഘ്നേശ്വരി പറഞ്ഞു. ലൈവ് ആണ്. വിജിൽ മുഖേന പബ്ലിക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓർ ഇന്റിമിഡേഷൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് അവിടെ വഴി കംപ്ലൈന്റ് ചെയ്യേണ്ടതാണ്. ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രൈബറി ആയിട്ടോ ലിക്കർ ആയിട്ടോ ക്യാഷ് ആയിട്ടോ ഇല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മതം കാസ്റ്റ് കമ്മ്യൂണിറ്റി ഉപയോഗിച്ചിട്ട് അവര് പ്രൊപ്പഗാൻഡ നടത്തുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കംപ്ലൈൻറ്റ്സ് നമുക്ക് പബ്ലിക്കിലേക്ക് ഉന്നയിക്കാൻ സാധിക്കും. അതേപോലെ പബ്ലിക് പ്രോപ്പർട്ടീസിലെ അഡ്വർടൈസ്മെന്റ്സ്, പൊളിറ്റിക്കൽ അഡ്വർടൈസ്മെന്റ്സോ ഇല്ലെങ്കിൽ ക്യാമ്പയിൻ മെറ്റീരിയൽസോ ഉണ്ടെങ്കിൽ അതിന്റെ കംപ്ലൈൻറ്റ്സും കൊടുക്കാൻ സാധിക്കും. അല്ലാത്ത പ്രൈവറ്റ് സ്ഥലങ്ങളിൽ അവരുടെ പെർമിഷൻ അല്ലാത്ത ക്യാമ്പയിൻ മെറ്റീരിയൽസ് പ്രൊപ്പഗാൻഡ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലൈൻറ്റ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തുടർ നടപടി സ്വീകരിക്കുന്നതിനുമായി വിവിധ സ്ക്വാഡുകൾ പ്രവർത്തനം തുടങ്ങി. സ്ക്വാഡുകൾക്ക് പരിശീലനം നൽകി. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ വ്യാജമദ്യം, പണം എന്നിവയുടെ ഒഴുക്കും മറ്റു നിയമവിരുദ്ധ പ്രവൃത്തികളും പരിശോധിക്കുന്നതിനായി 84 സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സംശയകരമായ ഇടപാടുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വി. വിഘ്നേശ്വരി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ. അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ TS ജയശ്രീ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P. ആനന്ദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ 15,69,463 വോട്ടർമാരാണുള്ളത്. ഇതിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ 1,76,534 പേരുണ്ട്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ 1,83,440 വോട്ടർമാരാണുള്ളത്. കോട്ടയം ജില്ലയിലാകെ 1,564 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി 2024 ജനുവരി 22-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കോട്ടയം ജില്ലയിൽ മൊത്തം 15,69,463 വോട്ടർമാരാണുള്ളത്. ഇതിൽ 8,07,513 സ്ത്രീകളും 7,61,938 പുരുഷന്മാരും 12 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്നു. 26,715 പേരാണ് പുതിയ വോട്ടർമാർ. 51,830 പേർ മുതിർന്ന വോട്ടർമാരാണ്. 14,750 ഭിന്നശേഷി വോട്ടർമാരും കോട്ടയം ജില്ലയിലുണ്ട്. 1,517 പ്രവാസി വോട്ടർമാരുമുണ്ട്. 31,854 പേരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ 1,76,534 വോട്ടർമാരും പൂഞ്ഞാർ മണ്ഡലത്തിൽ 1,86,232 പേരും പാലാ മണ്ഡലത്തിൽ 1,82,825 പേരുമുണ്ട്. കടുത്തുരുത്തി മണ്ഡലത്തിൽ 1,84,603 പേരും കോട്ടയം മണ്ഡലത്തിൽ 1,60,862 പേരുമുണ്ട്. വൈക്കത്ത് 1,60,813 പേരും ഏറ്റുമാനൂരിൽ 1,65,152 പേരുമാണ്.
പേരുമാണുള്ളത്. ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ 1,69,002 പേരും കാഞ്ഞിരപ്പള്ളിയിൽ 1,83,440 പേരുമുണ്ട്. കോട്ടയം ജില്ലയിൽ മൊത്തം 1,564 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. 1,371 ഗ്രാമീണ മേഖലയിലും 193 നഗരമേഖലയിലുമാണ്. പാലായിൽ 176, കടുത്തുരുത്തിയിൽ 179, വൈക്കത്ത് 159, ഏറ്റുമാനൂരിൽ 165, കോട്ടയത്ത് 171, പുതുപ്പള്ളിയിൽ 182 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ 181, പൂഞ്ഞാറിൽ 179 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. ഏപ്രിൽ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗിനായി 6,256 ഉദ്യോഗസ്ഥരെ നിയമിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി കോട്ടയം CSI അരമനയിലെത്തി ബിഷപ്പിനെ സന്ദർശിച്ചു. സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നെന്ന് തുഷാർ പ്രതികരിച്ചു. NDA കോട്ടയം ലോക്സഭാ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി CSI ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. കോട്ടയം ബിഷപ്പ് ഹൗസിൽ ഇന്ന് രാവിലെയായിരുന്നു തുഷാറിന്റെ സന്ദർശനം. BDGS നേതാക്കന്മാരും ഒപ്പമുണ്ടായിരുന്നു. സൗഹൃദ സന്ദർശനം മാത്രമാണ് നടന്നതെന്നും തുഷാർ മാധ്യമങ്ങളോട് പറഞ്ഞു. രാവിലെ 11 മണിക്കാണ് തുഷാർ വെള്ളാപ്പള്ളി CSI ബിഷപ്പ് ഹൗസിലെത്തിയത്. ബിഷപ്പ് ഡോക്ടർ മലയിൽ സബു കോശി ചെറിയാൻ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. തുടർന്ന് ഇരുവരും അരമണിക്കൂറോളം സംസാരിച്ചു. സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നുവെന്നും ഇലക്ഷൻ സംബന്ധിച്ചുള്ളതല്ല എന്നും തുഷാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതൊന്നും പ്രത്യേകിച്ച് സംസാരിച്ചില്ല. ഞങ്ങൾ ഒന്ന് അനുഗ്രഹം വാങ്ങുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ആയിരുന്നു, രണ്ടാഴ്ചയായിട്ട് വിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കണ്ടു. സൗഹൃദ സന്ദർശനം മാത്രമാണ് ഉണ്ടായതെന്നും തുഷാറുമായുള്ള പരിചയം പുതുക്കുക മാത്രമായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല എന്നും ബിഷപ്പ് പറഞ്ഞു. സഭയ്ക്ക് എന്നും സഭയുടേതായ നിലപാടുകളുണ്ട്. അത് കാലാകാലങ്ങളിൽ വ്യക്തമാക്കുന്നതാണ്. നിങ്ങളെല്ലാവരോടും ഞാൻ അക്കാര്യങ്ങൾ സംസാരിക്കുന്നതുമാണ്. റബ്ബർ വില സംബന്ധിച്ച് മുൻപ് പറഞ്ഞ വാക്കു പാലിക്കുമെന്ന് തുഷാർ പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലും BDGS നേതാക്കന്മാരും തുഷാറിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിപണിയിൽ താരമായി തോട്ടപ്പയർ. 1 കിലോ തോട്ടപ്പയർ പരിപ്പിന് 1,180 രൂപയാണ് വില. 3 മാസം മുൻപ് വരെ 500 രൂപയായിരുന്നു കിലോയ്ക്ക് ലഭിച്ചിരുന്നത്. മലഞ്ചരക്ക് വിപണിയിൽ താരമായി മാറുകയാണ് തോട്ടപ്പയർ. മികച്ച വിലയാണ് തോട്ടപ്പയർ പരിപ്പിന് ഇപ്പോൾ ലഭിക്കുന്നത്. 1 കിലോ തോട്ടപ്പയർ പരിപ്പിന് 1,180 രൂപയാണ് വില. 3 മാസം മുമ്പ് വരെ 500 രൂപയും 2 ആഴ്ച മുമ്പ് 900 രൂപയുമായിരുന്നു വില. റബ്ബർ തോട്ടങ്ങളിൽ തണുപ്പും ഈർപ്പവും നിലനിർത്താനും കളകൾ നിയന്ത്രിക്കാനുമാണ് തോട്ടപ്പയർ കൃഷി ചെയ്യുന്നത്. റബ്ബറിന്റെ ഉൽപാദനം കൂടാനും മണ്ണിലെ നൈട്രജന്റെ അളവ് നിലനിർത്താനും തോട്ടപ്പയർ സഹായമാണ്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ പയർ പറിച്ചെടുത്ത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവ കയറ്റുമതി ചെയ്യുന്നത്. റബ്ബറിനേക്കാൾ വിലയുണ്ടെങ്കിലും തോട്ടപ്പയറിന് കൃത്യമായ വിപണിയില്ലെന്ന് മലഞ്ചരക്ക് വ്യാപാരികൾ പറയുന്നു. പയർ നമുക്ക് റബ്ബറിനേക്കാളും ഭേദം. റബ്ബർ എടുത്തേച്ച് ഒന്നി നട്ടത്തിൽ വിൽക്കുമല്ലേ 50 പൈസ കിട്ടും, 150 രൂപ മുടക്കാം. ഇത് വല്ലതും കിട്ടും. അതുകൊണ്ട് പയർ കച്ചവടം നല്ലതാണ്. നമുക്ക് വല്ല കച്ചവടക്കാരനും വല്ലതും കിട്ടും, പറിക്കുന്നവർക്കും കിട്ടും. വ്യാപാരികളിൽ നിന്നും തോട്ടപ്പയർ നേരിട്ട് ശേഖരിക്കുന്ന ഏജന്റുമാരുണ്ട്. അവരാണ് ആവശ്യത്തിന് ഇവ ശേഖരിക്കുകയും വില നിശ്ചയിക്കുകയും ചെയ്യുന്നത്. തൃശ്ശൂരാണ് ഇതിന്റെ മുഖ്യ വിപണി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം 6 ദിവസം പിന്നിട്ടു. രാവിലെ നടന്ന ഉത്സവബലിയിലും ദർശനത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു. അഭീഷ്ടവരദായിനിയും ദേശാധിപതിയുമായ കൊടുങ്ങൂർ ദേവിയുടെ തിരുവുത്സവം 6 ദിവസം പിന്നിട്ടു. രാവിലെ ക്ഷേത്രത്തിൽ ശ്രീബലി എഴുന്നള്ളിപ്പ് ചടങ്ങിന് ശേഷം ഉത്സവബലി ചടങ്ങുകൾ തുടങ്ങി. ശേഷം നടന്ന ഉത്സവബലി ദർശനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും കൂടി ഉത്സവബലി ഉണ്ടായിരിക്കും. പള്ളിവേട്ട ദിനമായ വെള്ളിയാഴ്ചയാണ് കൊടുങ്ങൂർ പൂരം. അന്നേ ദിവസം രാവിലെ 8:30 മുതൽ 11:30 വരെ ശ്രീബലി എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെയാണ് ഗജമേള. കേരളത്തിലെ പ്രശസ്തരായ 9 ഗജറാണിമാർ ഗജമേളയിൽ പങ്കെടുക്കും. രാത്രി 10:30ക്കാണ് പള്ളിവേട്ട ഇറക്കം. 10ാം ഉത്സവ ദിനമായ ശനിയാഴ്ച പകൽ കാവടിയാട്ടവും തുടർന്ന് ആനയൂട്ടും നടക്കും. വൈകിട്ട് 4:30 തിരുവാറാട്ടം, ആറാട്ടുകടവിൽ ദർശനവും ഉണ്ടായിരിക്കും. രാത്രി 7-നാണ് ആറാട്ടെതിരേൽപ്പ്. തുടർന്ന് 10 ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിച്ച് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മണർകാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം. പഞ്ചായത്തിലെ 1-2 വാർഡുകൾ വിഭജിക്കുന്ന കൊരട്ടിക്കുന്ന് റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു പ്രയോജനവും കാണാതെ വന്നപ്പോഴാണ് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നേരിട്ട് എത്തിയത്.
മണർകാട് ഗ്രാമപഞ്ചായത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മണർകാട് ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡുകളിലെ ജനങ്ങളാണ് പ്രതിഷേധ സമരവുമായി ഗ്രാമപഞ്ചായത്ത് പടിക്കലെത്തിയത്. 1-2 വാർഡുകളെ വിഭജിക്കുന്ന കൊരട്ടി കുന്ന് റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. നിരവധി പരാതികൾ കൊടുത്തിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് സമരക്കാർ ആരോപിക്കുന്നു. കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ച ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഈ പ്രദേശത്തേക്ക് ടാങ്കറിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ റോഡ് നശിച്ചു കിടക്കുകയാണെന്ന് സമരക്കാർ പറയുന്നു. വർഷങ്ങളായി പഞ്ചായത്തിലും നിവേദനങ്ങളും മെമ്മോറാണ്ടവും മറ്റ് അപേക്ഷകളെല്ലാം കൊടുത്തിട്ടും അവർ തിരിഞ്ഞു നോക്കുകയോ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആ ഭാഗത്തേക്ക് വരികയോ ചെയ്തിട്ടില്ല. അതിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പോകുന്ന വഴിയാണ്, സ്കൂൾ വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. രോഗികളും മറ്റുള്ള ആളുകളെയും കൊണ്ട് ആ വഴി സഞ്ചാരയോഗ്യമല്ലാത്ത വിധത്തിൽ തകർന്നു കിടക്കുക. എല്ലാവരോടും ഇത് പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിക്കുന്നില്ല. നാളുകളായിട്ട് അവഗണന മാത്രം നേരിട്ട് കൊടുക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ്ണ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത് നാളുകളായി തകർന്നു കിടക്കുക. കുടിവെള്ളം അവിടെ ഇല്ല. എന്നാൽ ഈ വേനൽക്കാലത്ത് കുടിവെള്ളം കൊണ്ടുവരാൻ വാഹനത്തെ ഈ മാസം തന്നെ റോഡ് കോൺക്രീറ്റ് ചെയ്യുമെന്നും അതിനുള്ള കോൺട്രാക്ട് നിലവിലുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി സമരക്കാർക്ക് ഉറപ്പ് നൽകി. ജനകീയ സമരസമിതി MSC ബാബു, ശ്രീനിവാസൻ, ബാബു വർഗീസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് റെക്കോർഡ് നിരക്കിലേക്ക് തിരികെയെത്തി സ്വർണ്ണവില. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ ഗ്രാമിന് 6075 രൂപയിലും പവന് 48,600 രൂപയിലുമാണ് ചൊവ്വാഴ്ച വ്യാപാരം നടന്നത്. ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് വർദ്ധിച്ചത്. മാർച്ച് 9-നാണ് ഇതിനു മുൻപ് സ്വർണം ഈ നിരക്കിലേക്ക് എത്തിയത്. UDF പാലാ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മതേതര വിശ്വാസികൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണെന്നതുകൊണ്ട് ഫ്രാൻസിസ് ജോർജിന്റെ വിജയം റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയായിരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. UDF പാലാ നിയോജക മണ്ഡലം കൺവെൻഷൻ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീറെഴുതി കൊടുത്ത മോദി സർക്കാരും ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ധൂർത്തടിക്കുന്ന പിണറായി സർക്കാരും നാടിന് ബാധ്യതയാണ്. അഴിമതിക്കും ധൂർത്തിനുമായി പണം കണ്ടെത്തിയത് എല്ലാത്തരം നികുതിയും വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. വിലക്കയറ്റവും നികുതി ഭാരവും മൂലം പൊറുതിമുട്ടിയ ജനങ്ങൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുടിശ്ശികയായ ക്ഷേമ പെൻഷനുകളും പിടിച്ചുവെച്ച ആനുകൂല്യങ്ങളും കുറച്ചെങ്കിലും വിതരണം ചെയ്യാൻ നിർബന്ധിതരായതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് ഒരിക്കലും നമ്മുടെ കൂടി വിട്ടു പോകില്ല എന്നുള്ളതാണ് എൻ്റെ പരിപൂർണ്ണ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങൾ സത്യം പറഞ്ഞാൽ കൈവെള്ള അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോട് 1,06,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് വിജയിച്ചു. കാരണം നമ്മുടെ കോട്ടയം നിയോജക മണ്ഡലത്തെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ ഹൃദയം ഐക്യ ജനാധിപത്യ മുന്നണിക്കും ജനാധിപത്യ വിശ്വാസികൾക്ക് നല്ല ഭൂരിപക്ഷമുള്ളതാണ്. നുണപ്രചരണങ്ങളും തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളും വിലപ്പോവില്ലെന്നും ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചുവെന്നും ഭൂരിപക്ഷം 1.25 ലക്ഷത്തിന് മുകളിലായിരിക്കുമെന്നും അധ്യക്ഷത വഹിച്ച മാണി സി കാപ്പൻ MLA പറഞ്ഞു. ഊഹിക്കുന്ന നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഏറ്റവും പരാതി പറയുന്നത് കേന്ദ്രം തരുന്നില്ല. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ദിവസവും പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ഓർക്കണം, 2021-22-ലും 22-23-ലും 23-24-ലും പ്രതിപക്ഷ MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളിൽ പാലാ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 2 വർഷം 5 കോടി ബഡ്ജറ്റില്ല. ഈ വർഷം 5 കോടിയും സ്റ്റേഡിയത്തിന് 7 കോടി. അതേസമയം പൂഞ്ഞാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ അത്രയും തന്നെ ഉള്ളൂ. കടുത്തുരുത്തിയിലും 8 കോടിയേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നിയോജക മണ്ഡലങ്ങളിൽ പൂഞ്ഞാറ്, ചങ്ങനാശ്ശേരി മുതലുള്ള നിയോജക മണ്ഡലങ്ങളിൽ 65 കോടി, 50 കോടി. പിന്നെ ഇവന്മാരോട് ഇത് കാണിച്ച് ചട്ടനെ പൊട്ടെന്ന് ചോദിച്ചാൽ പൊട്ടനെ നേരം ചോദിക്കല്ലേ, അത് തന്നെയല്ലേ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മോൻസ് ജോസഫ് MLA, PC തോമസ്, ജോസഫ് വാഴക്കൻ, നാട്ടകം സുരേഷ്, ടോമി കല്ലാനി, ജോയി എബ്രഹാം, റോയ് K പൗലോസ്, അപ്പു ജോൺ ജോസഫ്, സജീവ് മഞ്ഞക്കടമ്പിൽ, ഫിൽസൺ മാത്യു, സലിം P മാത്യു, വക്കച്ചൻ മറ്റത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. വെക്കേഷൻ ഫോസ്റ്റർ കെയർ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു.
കോട്ടയം ജില്ലയിലെ അംഗീകൃത ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ താമസിച്ചു വരുന്ന കുട്ടികളെ വേനലവധിക്കാലത്ത് പോറ്റി വളർത്താൻ താൽപ്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത്. ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ താമസിച്ചു വരുന്ന കുട്ടികൾക്ക് വെക്കേഷൻ കാലയളവിൽ കുടുംബത്തിന്റെ ശ്രദ്ധയും സംരക്ഷണവും സ്നേഹപരിലാളനയും ലഭ്യമാക്കുന്നതിനായി സുരക്ഷിതമായി വളരാൻ സാഹചര്യമൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് വെക്കേഷൻ ഫോസ്റ്റർ കെയർ പദ്ധതി നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ സ്കൂൾ അവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്വന്തം വീട്ടിൽ സംരക്ഷിക്കാൻ പ്രാപ്തിയും സന്നദ്ധതയുമുള്ള 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള ദമ്പതികൾക്ക് പദ്ധതി പ്രകാരം അപേക്ഷിക്കാം. ഒന്നിലധികം കുട്ടികളെ സംരക്ഷിക്കാൻ സന്നദ്ധരായവർക്ക് മുൻഗണന. വെക്കേഷൻ ഫോസ്റ്റർ കെയർ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുന്ന ദമ്പതികളെ ദീർഘകാല ഫോസ്റ്റർ കെയറിലേക്ക് പരിഗണിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ കോട്ടയം അണ്ണാൻകുന്നിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിവരങ്ങൾക്ക് ഫോൺ 8281893454. LBS ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ ഏപ്രിൽ 3 ആരംഭിക്കുന്ന അവധിക്കാല കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡാറ്റ എൻട്രി, പൈതൺ പ്രോഗ്രാമിംഗ് എന്നിവയ്ക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കും C പ്രോഗ്രാമിംഗ് 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. SSLC, +2 പരീക്ഷ എഴുതിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷ ഏപ്രിൽ 3 വരെ ഓൺലൈനായി സമർപ്പിക്കാം. വിശദവിവരത്തിന് ഫോൺ 048125348220. കോട്ടയം കുറിച്ചി ഹോമിയോപ്പതിക് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ കുറിച്ചി സജീവോത്തമപുരം യുവരശ്മി ലൈബ്രറിയിൽ മാർച്ച് 23 രാവിലെ 9 മണി മുതൽ 12 മണി വരെ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഡയബറ്റിക് സ്ക്രീനിംഗും സംഘടിപ്പിക്കുന്നു. വിവരങ്ങൾക്ക് ഫോൺ 0481243046. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി ജില്ലാ കളക്ടർ. കോട്ടയം ജില്ലയിൽ 15,69,463 വോട്ടർമാർ. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് CSI ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സന്ദർശനം മാത്രമെന്ന് തുഷാർ. സഭയ്ക്ക് സഭയുടേതായ നിലപാടുണ്ടെന്ന് ബിഷപ്പ് മാധ്യമങ്ങളോട്. മലഞ്ചരക്ക് വിപണിയിൽ താരമായി തോട്ടപ്പയർ പരിപ്പിന് കിലോയ്ക്ക് 1180 രൂപ. കൃത്യമായ വിപണിയില്ലെന്ന് വ്യാപാരികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.